ഹായ് ഫ്രണ്ട്സ്, ഞങ്ങൾ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഗാർലിക് ചിക്കനാണ്. അതിനു വേണ്ടി ഒരു 250 ഗ്രാം ചിക്കൻ ചെറിയ പീസാക്കി കഴുകി വൃത്തിയാക്കി എടുത്തു വച്ചിരിക്കുന്നതാണ്. ഇതിലേക്ക് നമ്മൾ 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 1 ടീസ്പൂൺ കോൺഫ്ലവർ, ഒരു 1/2 ടീസ്പൂൺ സോയാ സോസ്, ഒരു 1/2 ടീസ്പൂൺ ലെമൺ ജ്യൂസ്, ഒരു 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ, 1 ടീസ്പൂൺ ഉപ്പ്. ഇവയെല്ലാം ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. അങ്ങനെ നമ്മൾ ചിക്കൻ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഒരു പാൻ വെച്ച് അതിനെ നമുക്ക് വറുത്തെടുക്കാം. ഇതിൽ സൺഫ്ലവർ ഓയിലാണ് നമ്മൾ ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത്. അങ്ങനെ നമ്മുടെ ഓയിൽ ചൂടായിട്ടുണ്ട്. ചിക്കൻ്റെ ഓരോ പീസസ് ഇട്ട് നമുക്ക് വറുത്തെടുക്കാവുന്നതാണ്. അങ്ങനെ ഒരു 5 മിനിറ്റ് ഒരു സൈഡ് ഈ ഓയിലിൽ കിടന്ന് ഒന്ന് പാകമായി വരുമ്പോൾ നമുക്ക് മറിച്ചിട്ടിട്ട് 5 മിനിറ്റ് ആ സൈഡും കൂടി വറുത്തെടുത്തതിന് ശേഷം നമുക്ക് ഒരു ബൗളിലേക്ക് മാറ്റാവുന്നതാണ്. അങ്ങനെ ഒരു 5 മിനിറ്റ് കഴിഞ്ഞു. നമ്മളിട്ട ചിക്കൻ്റെ ഒരു സൈഡ് പാകമായിട്ടുണ്ട്. ഇനി നമുക്ക് തിരിച്ചിട്ടിട്ട് മറ്റേ സൈഡും കൂടി പൊരിച്ചെടുക്കാവുന്നതാണ്. അങ്ങനെ നമ്മൾ ചിക്കൻ്റെ മറ്റേ സൈഡ് തിരിച്ചു ഇട്ടു. ഇത് അധികം മൊരിയരുത് കേട്ടോ, ഒരു 1/4 ഭാഗം വേവേ ആകാവൂ. പിന്നെ നമ്മൾ ഇനി ഈ സോസിൽ കറികളിൽ കിടന്നിട്ട് ഒന്നും കൂടി ഇതൊന്ന് കുക്കാവാനുള്ളതാണ്. അതുകൊണ്ട് അധികം മൊരിയരുത്. ഒരു ഹാഫായിട്ട് ഒരു 1/4 ഭാഗത്തോളം നമുക്കിത് വേവാവും. നമ്മുടെ ചിക്കൻ്റെ മറ്റേ സൈഡ് ഇതുപോലെ കുക്കായിട്ടുണ്ട്. ഇത്രേ പാടുള്ളൂ കേട്ടോ. അധികം കളറ് മാറുകയൊന്നും ചെയ്യരുത്, അധികം മൊരിയും ചെയ്യരുത്. നമുക്കിനി ഇതൊരു ബൗളിലേക്ക് എടുത്ത് മാറ്റാവുന്നതാണ്. അങ്ങനെ പാൻ ചൂടായിട്ടുണ്ട്. ചിക്കൻ ആണെങ്കിൽ നമ്മൾ വറുത്ത് വേറെ ബൗളിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. നമ്മൾ ആ പാൻ തന്നെയാണ് വെച്ചിരിക്കുന്നത്. മാത്രമല്ല, ആ ചിക്കൻ നമ്മൾ വറുത്ത ഓയിലിൽ ബാക്കിയുണ്ട്. ആ ഓയിലിൽ തന്നെ ഒരു 2 ടീസ്പൂൺ ഓയിൽ ഒഴിക്കണം. ഈ 2 ടീസ്പൂൺ ഓയിൽ ഒഴിച്ചതിന് ശേഷം നമുക്കിതാ വെളുത്തുള്ളി ഇതിലിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഈ വെളുത്തുള്ളിയുടെ കളറ് മാറരുത് കേട്ടോ. വെളുത്തുള്ളിയുടെ കളർ മാറിക്കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു ഭംഗി പോകും. പതിയെ ഒന്നാണ്ട് വഴണ്ടെടുക്കാവും. അതിന് ശേഷം നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാള ഇങ്ങനെ ഈ ഒരു സൈസിലാണ് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഈ ഒരു സൈസാണ്, സ്ക്വയർ ടൈപ്പ്. ഇതങ്ങോട്ട് ഇട്ട് കൊടുക്കുക. അങ്ങനെ ഈ സവാള ഒന്ന് നന്നായി വഴണ്ട് വന്നതിന് ശേഷം ഇവിടെ 1 ടീസ്പൂൺ ടൊമാറ്റോ സോസ് എടുത്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഒരു 1/2 ടീസ്പൂൺ സോയാ സോസ് ചേർത്ത് കൊടുക്കുക. അത് നന്നായി മിക്സായി വന്നതിന് ശേഷം ഞങ്ങളിവിടെ 3 പച്ചമുളകാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. ഇതതിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാവുന്നതാണ്. നന്നായി ഒന്ന് അങ്ങോട്ട് മിക്സ് ചെയ്തതിന് ശേഷം വറുത്ത് വെച്ചിരിക്കുന്ന ഈ ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇത് നന്നായി മിക്സ് ചെയ്യുക. അതിനുശേഷം നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. കാരണം കുറച്ച് ക്വാണ്ടിറ്റി അനുസരിച്ചാണ് നമ്മൾ ഈ മസാലാസുകളുടെ ഒരു അളവും നമ്മളെടുക്കുന്ന എല്ലാ സാധനങ്ങളും നമ്മളെടുക്കുന്ന ചിക്കൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ചാണ്. ഇവിടെ കുറച്ച് ക്വാണ്ടിറ്റി ഉള്ളതിൻ്റെ പേരിൽ ഞങ്ങൾ എല്ലാം കുറച്ച് അളവിലാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ വെള്ളം ഒഴിച്ചിരിക്കുന്നതും അതേ ചിക്കൻ ഒന്ന് ചെറുതായിട്ട് ഒന്നുകൂടി നമുക്ക് കുക്കാവാനുണ്ട്. അതിന് വേണ്ടിയിട്ട് നമ്മൾ അതിനായിട്ടുള്ള വെള്ളം നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിരിക്കുന്നു. ഇതിന് നമുക്കൊരു 5 മിനിറ്റ് അടച്ചു വെച്ച് ഒന്ന് വേവിക്കാവുന്നതാണ്. ഈ ഒരു അളവിൽ ഈ 1 ടീസ്പൂണിൽ 1 ടീസ്പൂൺ കോൺഫ്ലവർ ഒരല്പം വെള്ളം ഒഴിച്ച് കട്ടയില്ലാതെ നമുക്ക് കലക്കിയെടുക്കാം.
കണ്ടോ, ഒട്ടും കട്ടയില്ലാതെ നമ്മളിത് കലക്കിയെടുക്കണം. അതിനുശേഷം നമുക്കിതാ ഇത് തുറന്ന് കണ്ട കറക്റ്റ് ആ വെള്ളമൊക്കെ ഒരു ഇതും വറ്റി ചിക്കൻ ശരിക്ക് ഒരു കുക്കായിട്ടുണ്ട്. നമുക്ക് ഈ കലക്കി വെച്ച കോൺഫ്ലവർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ദാ നോക്കൂ, ഇവിടെ ഒരു അല്പം വെള്ളത്തിൻ്റെ കുറവുണ്ട്. നമുക്കൊരു കുറച്ച് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. അങ്ങനെ ഇതാ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു. നമ്മുടെ കറി ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ക്യാപ്സിക്കം ഇട്ട് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ ഉപ്പൊന്ന് നോക്കണം. കാരണം നമ്മൾ നേരത്തെ ചിക്കനിൽ മാത്രമേ ഉപ്പിട്ടിട്ടുള്ളൂ, സവാളയിലൊന്നും നമ്മൾ വഴറ്റിയപ്പോഴൊന്നും ഉപ്പിട്ടിട്ടില്ല. അതെന്താണെന്ന് വെച്ചാൽ ഈ സോയാ സോസിനൊക്കെ ഉപ്പുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഉപ്പ് ലാസ്റ്റ് നോക്കിയതിന് ശേഷം ഉപ്പിടാവും. അങ്ങനെ നമുക്ക് ഉപ്പൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഒരല്പം ഉപ്പിൻ്റെ കുറവുണ്ട്, നമുക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഒന്ന് നന്നായി മിക്സ് ചെയ്ത് ഒരു 2 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചതിന് ശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാവുന്നതാണ്. ശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാര ഇതിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. അങ്ങനെ നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഒരു 2 മിനിറ്റ് നമുക്കൊന്ന് അടച്ചു വയ്ക്കാവുന്നതാണ്. അങ്ങനെ നമ്മുടെ ഗാർലിക് ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിനെ നമുക്ക് ഒരു സെർവിങ് ബൗളിലേക്ക് മാറ്റാവുന്നതാണ്. ഇത് നമുക്ക് പൊറോട്ട, അപ്പം, ചപ്പാത്തി ഇതിൻ്റെ എല്ലാം കൂടെ കഴിക്കാൻ വളരെ നല്ലതായിരിക്കും. ഒരല്പം മല്ലിയില ഇതിൻ്റെ മുകളിൽ നമുക്ക് ഇട്ട് കൊടുക്കാം. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.